ശൈലജ ടീച്ചറെ CPM ഒതുക്കുന്നു എന്നുള്ള വാർത്തകൾ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. ഇപ്പോൾ മട്ടന്നൂരിൽ ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കില്ല, അല്ലെങ്കിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറുടെ പേരുണ്ടാകില്ല എന്നായിരുന്നു കഴിഞ്ഞ കുറച്ച് സമയം മുൻപ് വരെ നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പേരാവൂരിൽ ശൈലജ ടീച്ചറെ നിർത്താൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ്. പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെയാണ് ശൈലജ ടീച്ചർ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ശൈലജ ടീച്ചറെ സണ്ണി ജോസഫിനെതിരെ ഉപയോഗിക്കുന്ന CPMന്റെ ഒരു ആയുധമായിരിക്കുമോ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്? അതോ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ ഇപ്പോൾ CPMന്റെ ഭാഗത്തു നിന്നുള്ളത്? CPMനെ സംബന്ധിച്ച് CPMന്റെ പഴയ കാലം, അതായത് 2 ടേം പൂർത്തീകരിച്ച ആളുകൾക്ക് ഇനി അവസരം കൊടുക്കത്തില്ല എന്നുള്ള CPMന്റെ ഒരു നയമുണ്ട്. ആ നയത്തിൽ നിന്നും പിണറായി വിജയനെ മാത്രം ഒഴിവാക്കണമെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. പക്ഷേ അതിനുശേഷം പിന്നീട് പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തുതീർപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ ശൈലജ ടീച്ചറിനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനെ പരിഗണിക്കില്ല. നമുക്കറിയാം, ഷംസീറിനെ പോലും ഈ അടുത്ത തവണത്തേക്ക് പരിഗണിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്നും വന്നിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ മട്ടന്നൂർ തന്നെയായിരിക്കും മത്സരിപ്പിക്കുക എന്നുള്ള വാർത്തകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മട്ടന്നൂർ വേണ്ട, പേരാവൂരേക്ക് വിട്ടോളാൻ പറഞ്ഞുകൊണ്ട് പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ നീക്കവുമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ശൈലജ ടീച്ചറെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിമർശിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രവർത്തനങ്ങളിലൊന്നും സജീവമായില്ല, എപ്പോഴും PR-നുള്ള വീഡിയോ എടുക്കലുമായി ശൈലജ ടീച്ചർ തിരക്കിലാണ് എന്നുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശൈലജ ടീച്ചറെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ശൈലജ ടീച്ചർക്ക് വലിയൊരു നഷ്ടം തന്നെയായി പോയേനെ ഈ എടുത്ത PR-കളെല്ലാം തന്നെയും. നമ്മൾ നോക്കുകയാണെങ്കിൽ 2006 തൊട്ട് 2011 വരെ പേരാവൂരിലെ MLA ആയിരുന്നു ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 2011 ശേഷം അവിടെ സണ്ണി ജോസഫ് തന്നെയാണ് MLA ആയിട്ടുള്ളത്. അപ്പോൾ സണ്ണി ജോസഫ് അവിടെ ശക്തനായിട്ടുള്ളൊരു പോരാളി തന്നെയാണ്. അപ്പോൾ അതായത് ഒരു സമയത്ത് CPM നിന്നും കോൺഗ്രസ് കൈയടക്കിയൊരു മണ്ഡലമാണ് പേരാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ പേരാവൂരിൽ കാണാൻ പോകുന്നത് ഒരു തീപാർന്ന പോരാട്ടമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം മുൻ MLA ആയിരുന്ന ശൈലജ ടീച്ചർ, തീർച്ചയായിട്ടും അവിടെ ശൈലജ ടീച്ചർക്ക് ഒരു പോക്കറ്റുകൾ ഉണ്ടായിരിക്കാം. സ്വാഭാവികമായും അവർക്ക് അവിടെ ഒരു വോട്ട് ഷെയർ സ്ഥിരമായി ഉള്ളത് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ സിറ്റിംഗ് MLA തുടരുന്ന സണ്ണി ജോസഫിന് ആണെങ്കിൽ പോലും കോൺഗ്രസ് അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഒരു വോട്ട് തീർച്ചയായിട്ടും സണ്ണി ജോസഫിന് ലഭിക്കും. അതുപോലെ തന്നെ സണ്ണി ജോസഫിന് ഇതുവരെയുള്ള ഒരു പ്രവർത്തന മികവും അവിടെ കാഴ്ചവെക്കുമ്പോൾ അതിനെയും വിലയിരുത്തിയായിരിക്കും വോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ശൈലജ ടീച്ചർക്ക് വിജയിച്ചു കയറുക എന്നുള്ളതിനേക്കാൾ ഒരു നാണംകെട്ട തോൽവിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിക്കാനാണോ CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, CPMനെ സംബന്ധിച്ച് അവിടെ ഒരു പോരാട്ടം സൃഷ്ടിക്കുക എന്ന് തന്നെയായിരിക്കും CPM ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കുക. അപ്പോൾ നമുക്കറിയാം, പേരാവൂരിനെ സംബന്ധിച്ച് 2011 തൊട്ട് അവിടുത്തെ MLA ആയിട്ട് തുടർന്ന് പോകുന്നത് സണ്ണി ജോസഫാണ്. അപ്പം കൃത്യമായിട്ട് സണ്ണി ജോസഫ് അവിടെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ CPMൽ നിന്നും ശക്തമായിട്ടുള്ള നേതാവ് തന്നെയാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പം അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം നമുക്കറിയാം ശൈലജ ടീച്ചറിന്റെ പ്രവർത്തന മണ്ഡലങ്ങളാണെങ്കിൽ പോലും. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശൈലജ ടീച്ചറിന്റെ ആ രീതിയിലുള്ള, അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പണിയെടുത്തതിന്റെ എല്ലാ ഫലം എന്ന് പറയുന്നത് വടകരയിൽ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടിന് തോറ്റത് ശൈലജ ടീച്ചർക്ക് വലിയ അടിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ എവിടെ നിന്ന് കഴിഞ്ഞാലും വിജയിക്കാൻ കഴിയും, ശക്തമായിട്ടൊരു കാൻഡിഡേറ്റ് ആണ് എന്ന് പറയുന്നിടത്ത് തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ, തൻ്റെ തട്ടകത്തിൽ 1 ലക്ഷം വോട്ടിന് തോൽക്കുക എന്ന് പറയുന്നത് വലിയൊരു വിപത്താണ്. അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചത് നാണക്കേട് തന്നെയാണ്. അല്ല, അതേപോലെ തന്നെയാണ് ഇപ്പോൾ പേരാവൂരിലേക്ക് വരും. പേരാവൂർ ശൈലജ ടീച്ചറിന്റെ മണ്ഡലമായിരുന്നു. അവിടെ നിന്നാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവ് കടന്നു വരുന്നത്. അപ്പോൾ അവിടേക്ക് വീണ്ടും വരുമ്പോൾ ഇപ്പോൾ പഴയ കാലത്തെ ശൈലജ ടീച്ചർ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ ശൈലജ ടീച്ചറിന്റെ പേരും പെരുമയും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ CPMനെ തന്നെ ശക്തമായിട്ടുള്ളൊരു നേതാവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വനിതാ നേതാക്കന്മാരുടെ ഒരാൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചേക്കാവുന്ന ഒരാൾ എന്നുള്ള രീതിയിലെല്ലാം ശൈലജ ടീച്ചർ പേരെടുത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പേരാവൂരേക്ക് വരുമ്പോൾ, അതും സണ്ണി ജോസഫിനെ പോലെ KPCC പ്രസിഡന്റോടാണ് മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹം ശക്തമായിട്ടുള്ളൊരു പോരാട്ടമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നും പിടിച്ചെടുത്തൊരു മണ്ഡലമാണ് പിന്നീട് കോൺഗ്രസ് മണ്ഡലമായിട്ട് മാറിയത്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ശൈലജ ടീച്ചർ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു വിജയം കൈവരിക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം. അതെ, ഷാഫി പറമ്പിലിനെ നമുക്കറിയാം വടകരയിൽ ഇത്തരത്തിൽ ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഷാഫിയുടെ വ്യക്തിപ്രഭയേക്കാൾ ഉപരി ഷാഫി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒരു ജനങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അതെങ്ങനെയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്.
മറ്റൊരു ഉമ്മൻചാണ്ടി എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളതും ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ശൈലജ ടീച്ചർ കൊണ്ടായിരുന്ന ഒരു തെറ്റായ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഴിമതി ആരോപണം, പി കിറ്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം നമ്മൾ പോലും പലപ്പോഴായി ചർച്ചകളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം വിലയിരുത്തിക്കൊണ്ടായിരിക്കണം വടകരയിൽ ഇത്തരത്തിലൊരു ശൈലജ ടീച്ചർ തോൽവിയേറ്റ് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി CPM തന്നെ ശൈലജ ടീച്ചറെ ഒതുക്കിയിരുന്നു എന്നുള്ളത് ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഒതുക്കിയിരുന്നു എന്നല്ല, ഒതുക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് പേരാവൂരിലേക്ക് മാറ്റുന്നത്. പേരാവൂരില് സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ്, സണ്ണി ജോസഫിന്റെ തട്ടകമാണ്. 2011 ശേഷം തോൽവിക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് CPM ഇപ്പോൾ ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമല്ലേ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അല്ല, CPM സംബന്ധിച്ച് ശൈലജ ടീച്ചറിനെ ഒന്നെങ്കിൽ ശൈലജ ടീച്ചറുടെ ഇതിൽ നിന്നും കഴിവ് തെളിയിച്ച് വിജയിച്ചു വരിക, അതാണ് CPM ഉദ്ദേശിക്കുന്നത്. നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ അവിടെ പോയി വിജയിച്ച് ആ മണ്ഡലം തിരിച്ചു പിടിച്ചോട്ട് വാ, അല്ലാതെ നിനക്കിവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് പറയുന്ന രീതിയിലാണ് CPM പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിജയിച്ച് വരേണ്ടത് ശൈലജ ടീച്ചറുടെ കരിയർ തന്നെയാണ്. അതോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി ഇതോടെ ചിലപ്പോൾ അവസാനിച്ചേക്കാം. അപ്പോൾ CPM സംബന്ധിച്ച് അങ്ങനെയാണ്. പിന്നീട് ഒരു കോൺഗ്രസ് ട്രെൻഡാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ടുണ്ട് എന്ന് പല സർവേകളും നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. കാരണം 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തെ ഭരണത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ജനങ്ങൾ ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സർക്കാരിനെ ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഇനി ഭരണം മാറിയില്ലെങ്കിൽ, ഒരു ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ ഈ പാർട്ടി അതോടെ നശിച്ചു പോകുമെന്ന് പറയുന്ന രീതിയിലേക്ക് ഇടത് അനുകൂലികൾ വരെ വരുന്നൊരു സാഹചര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും മത്സരം കടുക്കുന്ന സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് ട്രെൻഡ് ആണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ശൈലജ ടീച്ചർക്കും വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാർട്ടിയിൽ പിന്നെ ഒരു സ്ഥാനമാനങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇല്ലാതായി പോകാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പേരാവൂർ എന്ന് പറയുന്നത് ശക്തമായിട്ടൊരു മത്സരത്തിലേക്ക് ചിലപ്പോൾ പോയേക്കാം എന്നുള്ള സൂചന ഉണ്ട്. കാരണം കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായി പോയി CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ചില മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വജ്രായുധം എന്നൊക്കെ ശൈലജ ടീച്ചറെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതായത് CPM ഉപയോഗിക്കുന്ന വജ്രായുധമാണ് സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രതികാരം തീർക്കൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വളർച്ചയെ പൂർണ്ണമായും വേരോടെ പിഴുതു മാറ്റുക എന്നുള്ളതാണ് പേരാവൂരിൽ ശൈലജ ടീച്ചറെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ CPM ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ ഒരു ചർച്ചാ വിഷയമായ മണ്ഡലമൊന്നും ആയിരുന്നില്ല കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വരെ. ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഒന്നായി പേരാവൂർ കൂടി മാറിയിരിക്കുകയാണ്. സണ്ണി ജോസഫിന് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിന് ഒരു തിരിച്ചടി ആയിക്കൊണ്ടാണ് ശൈലജ ടീച്ചറെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എനിക്കൊന്നും CPMന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ഈ ഒരു നീക്കത്തെ. സർജിക്കൽ സ്ട്രൈക്ക് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം സണ്ണി ജോസഫിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. 2011 തൊട്ട് സണ്ണി ജോസഫ് അവിടെ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് ഒരു കോൺഗ്രസ് മണ്ഡലമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ശൈലജ ടീച്ചറിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു മാസ് ക്യാമ്പയിനർ, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ഒരാൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ ഉണ്ടായേക്കാം.